ചന്ദ്രയുടെ കൂടെ കട്ടിലിൽ കിടക്കാനായിട്ടാണ് രവിയാണെങ്കിൽ രേവതിയെ പറഞ്ഞ് ചന്ദ്രയുടെ കൂടെ വിടുന്നത്. പക്ഷെങ്കിൽ രേവതിക്ക് നന്നായി അറിയാം തന്നെ എന്തായാലും തറയിലേക്ക് എടുത്തുള്ളെന്ന്. അതുകൊണ്ട് തന്നെ രേവതി ഒന്നും മിണ്ടാതെ അവൾക്കുള്ള പായുമായിട്ടാണ് മുറിയിലേക്ക് കയറി വന്നത്. കയറി വരുമ്പോൾ തന്നെ അവിടെ കിടന്ന് കുറെ ബഹളം വെക്കുന്നുണ്ടല്ലോ ചന്ദ്ര. അതുകൊണ്ട് തന്നെ അവൾ മുറിയിൽ തറയിൽ കിടന്ന് ഉറങ്ങാണ്. ശ്രുതിയാണെങ്കിൽ അവളുടെ ചന്ദ്രയുടെ കൂടെ കട്ടിലും കിടക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുകയാണ്. ശ്രുതിയാണെങ്കിൽ സച്ചി കുറെ ബഹളം വെക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവസാനം രവി വഴക്ക് പറഞ്ഞിട്ട് സച്ചി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് രവീന്ദ്രന്റെ കൂർക്കംവലി കാരണം ശ്രുതിക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ല. ശ്രുതിയാണെങ്കിലോ ഹാളിൽ പോയി കിടക്കാണ്. ഇതേ സമയത്ത് അവിടെ ചന്ദ്രയുടെ കൂർക്കംവലി കാരണം ഒരു സമാധാനം ഇല്ലാതെ അവിടെ ഓടി നടക്കാറുണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ. കട്ടിലേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നുണ്ട്. ഈ രേവതിക്ക് എന്താ ഒന്നും അറിയുന്നില്ലല്ലോ, നല്ല ഉറക്കമാണല്ലോ. എന്റെ ഈശ്വര, ഏതോ നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്നും പറഞ്ഞ് ശ്രുതി അവിടെ കിടന്ന് ബഹളം വെക്കാണ്. അങ്ങനെ ശ്രുതിയും ഹാളിലേക്ക് പായം തലാണയൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതി ചോദിക്കാണ്, എന്താ ശ്രുതി, എന്ത് പറ്റും ചോദിക്കുമ്പം എന്ത് പറയാനാ, നിങ്ങളുടെ അമ്മയുടെ കൂർക്കംവലി കാരണം ഒരു രക്ഷയില്ല, അവളങ്ങ് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹാളിൽ വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ തറയിലാണല്ലോ കിടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വർഷയാണെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ്. ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് തുള്ളി പോലും വയ്യ കേട്ടോ. രേവതി എഴുന്നേറ്റ് വരുമ്പോഴേക്കും 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും ശ്രുതിയുമാണെങ്കിൽ ഒരുങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. രേവതി എഴുന്നേറ്റ് ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, അല്ല നിനക്ക് സമയത്രയെന്നറിയോ? അത് പിന്നെ അമ്മേ, എനിക്കൊട്ടും സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിപ്പോയത്. എനിക്ക് തീരെ വയ്യെന്നോ മിണ്ടാതിരിയടി, നിനക്ക് ഇങ്ങനെ പല വയ്യാഴികയും കാണും. മര്യാദയ്ക്ക് അടുക്കളയിൽ പോട്ടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ നോക്ക്. സമയം കണ്ടോ, കുട്ടികൾക്കൊക്കെ ഓരോ ഓഫീസിലേക്കും ജോലിക്കൊക്കെ പോവേണ്ടതാ. അമ്മേ എനിക്ക് തീരെ വയ്യ, അവർക്ക് വേണമെങ്കിൽ അവർ ഉണ്ടാക്കാൻ പറ, എന്നും ഞാനല്ലേ ഉണ്ടാക്കുന്നത്, എനിക്കിന്ന് തീരെ വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ട്. അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ആയോ? രേവതി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്, ഞങ്ങൾക്ക് കഴിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ്, ശ്രുതി എനിക്ക് തീരെ വയ്യ, ഞാനിന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയില്ലെന്നോ? എന്താ അമ്മേ, എന്താ ഇവളെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മോനെ ഞാൻ അത് തന്നെയാ ഇവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവൾ ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലടാ, ഇപ്പോഴാ എഴുന്നേറ്റ് വരുന്നത്, വന്ന പാടെ അവൾക്ക് തീരെ വയ്യെന്ന്, പല അടവുകളും പഠിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പം അങ്ങോട്ടേക്ക് രവി വരികയാണ്. എന്താ രാവിലെ പ്രശ്നം? രേവതി പറയാണ്, അച്ഛാ ഞാൻ എഴുന്നേറ്റ് വന്നത് ഇപ്പോഴാ, എനിക്ക് തീരെ വയ്യച്ച, നല്ല ടെമ്പറേച്ചർ ഉണ്ട്, അതുകൊണ്ട് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, ഞാൻ ഇവരോട് ഉണ്ടാക്കാൻ പറയായിരുന്നു. രേവതി പറയാണ്, ചന്ദ്ര പറയാണ്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടോ, എന്ത് കാര്യമായിട്ട് അവൾ പറഞ്ഞത് ശ്രുതിയോട് വെച്ചുണ്ടാക്കാനായിട്ട്, എന്ന് നീയല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത്, നിനക്കെന്നെ അങ്ങ് ഉണ്ടാക്കിയ പോരെ. അപ്പോഴേക്കും രവി പറയാണ്, അവൾക്ക് സുഖമില്ലെന്ന് അവൾ പറഞ്ഞല്ലോ, അവളല്ലേ എന്ന് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്, പിന്നെ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട്. ആഹാ രേവതി നീ എഴുന്നേറ്റോ, ഞാനേ നിനക്കുള്ള കഞ്ഞി ഉണ്ടാക്കായിരുന്നു, എങ്ങനെയുണ്ട് കുറവുണ്ടോ ചോദിക്കുമ്പം സച്ചിട്ടാ എനിക്ക് വയ്യ, നല്ല തലകറക്കമൊക്കെ ഉണ്ട്, നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഇതല്ലാതെ ഇവളുടെ അടവാ, അടുക്കളയിൽ പണിയാതിരിക്കാൻ വേണ്ടി കണ്ടില്ലേ അവളുടെ കെട്ടിയവൻ കയറി കഞ്ഞി വെക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ എന്ത് കഴിക്കൂടാ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവിടെ ഒന്നല്ലല്ലോ വേറെ 2 മരുമക്കൾ കൂടെ ഉണ്ടല്ലോ, അവർ വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ. ശ്രുതി പറയാണ്, എനിക്ക് ഓഫീസിലേക്ക് പോകാൻ നേരം പോയി, എനിക്ക് സമയമില്ല, ഞാനിപ്പോ ഒരു ബിസിനസ് മാഗ്നറ്റാ, എനിക്ക് എപ്പോഴും സമയത്തിന് വില വേണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ എനിക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ എന്റെ ഭാര്യ നിനക്ക് വെച്ചുണ്ടാക്കി തരേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ഭാര്യ ഉണ്ടല്ലോ, വേണമെങ്കിലേ അവളോട് വെക്കാൻ പറ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷ ഇറങ്ങി വരികയാണ്. എന്താ ഇവിടെ ഒരു ആർഗ്യുമെന്റ്, ഇതുവരെ ഇവിടുത്തെ റൂമിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എന്റെ പൊന്നു മോളെ റൂമിന്റെ പ്രശ്നമൊന്നും അല്ല, ദാ ഇവള് ഇപ്പോഴാ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായില്ലേ, നമുക്കേതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജോലിക്ക് പോകണ്ടതല്ലേ, അതാ മോളെ അമ്മ പറഞ്ഞു വന്നത്, ദാ ഇവളുണ്ടല്ലോ ഇത്ര നേരമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. അയ്യോ എന്ത് പറ്റി ചേച്ചിക്ക് എന്തെങ്കിലും സുഖമില്ലായി ഉണ്ടോ? തൊട്ട് നോക്കിയിട്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകാൻ വരായിരുന്നോ? എന്തിനാ ചേച്ചി ഇന്നലെ രാത്രി ഒന്നും ചേച്ചി ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയാം, കഷ്ടമുണ്ട് കേട്ടോ ആന്റി, ഈ ചേച്ചിക്ക് വയ്യാഞ്ഞിട്ടല്ലേ ഒന്നും ചെയ്യാത്തത്. മോളിങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, അതാണ് ഇവക്ക് ഒന്നും കൂടി ഒരു ഊർജം തലേ കയറി ഇറങ്ങാനായിട്ട്. എന്റെ പൊന്നാന്റി ചേച്ചിക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ചേച്ചിയല്ലേ ഇവർ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്യാറ്, പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്,
സച്ചി പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരോടുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ആഹാരം ഉണ്ടാക്ക് എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അങ്കിളെ ഞങ്ങൾക്ക് ആഹാരമൊന്നും വേണ്ട, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, വാ സുധി എന്നും പറഞ്ഞിട്ട് അവിടുന്ന് സുധിയും കൂട്ടി ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്റെ പൊന്നങ്ങളെ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ടാ ഞാനേ ഷെഫിനെ തന്നെ വിവാഹം കഴിച്ചത്. ശ്രീകാന്ത് ചോദിക്കാണ്, ഓഹോ അപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടാണോ നീ എന്നെ വിവാഹം കഴിച്ചത്? അതിന് ഒരു കാരണമാണ്, കാരണം ഞാൻ അടുക്കളക്കറി ഒന്നും ഉണ്ടാക്കാറില്ല, അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ തെരഞ്ഞു പിടിച്ചതെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവള് പറയാണ്. ശ്രീകാന്തിനെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണോ, കണ്ടോ കണ്ടോ എന്റെ മക്കള് വെറും വയറോടെ വിശന്ന് പോകുന്ന കണ്ടോടി, നീ കാരണവാ എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തി എന്നൊക്കെ പറയുന്നുണ്ടോ. ആ ചന്ദ്രയുടെ മുഖം പിടിച്ച് ഭിത്തിയിലൊക്കെ നമുക്ക് തന്നെ തോന്നുന്നുണ്ട്, പക്ഷെ പഴം വിഴുങ്ങി നിൽക്കുകയാണ് നമ്മുടെ രവി. അവിടുന്ന് പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുക, പാവം രേവതി അവൾക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ. രേവതി പറയാണ്, അമ്മ ഈ പറഞ്ഞതിനെല്ലാം മറുപടി പറയാൻ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ സച്ചിയുടെ അമ്മയായിപ്പോയി, അതുകൊണ്ടാ ഞാനൊന്നും പറയാത്തെ എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അവരെല്ലാം ഹോട്ടലിൽ പോയി കഴിച്ചു, ഇനി ഞങ്ങൾ എന്ത് കഴിക്കും, പച്ചവെള്ളം കുടിച്ചു കിടക്കണോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയാണ്, ദേ ഞാന് അച്ഛനും അവൾക്കുള്ള കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് കുടിച്ചോളാം, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ കുടിക്ക്, അല്ല അതിന് ഇറങ്ങില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കയറി വെച്ച് കുടിക്കണം, അല്ലാതെ രേവതി അതിന് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്ക് കഞ്ഞിയും കൊടുത്തിട്ട് നമ്മുടെ രവിയോട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളെങ്കിലേ ഇവളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം, ഇന്നലെ ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോവാന്ന് ഇവള് പറഞ്ഞിട്ട് കേട്ടില്ല, ഇപ്പോഴും ടെമ്പറേച്ചർ കുറവൊന്നുമില്ല, ഞാനൊന്ന് കൊണ്ടുപോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതിനും അവിടെ മുറുമുറുത്തുകൊണ്ടിരിക്കുക കേട്ടോ ചന്ദ്ര. നമ്മൾ രേവതി ചെയ്യേണ്ട എന്താണെന്നറിയോ, ഒരാഴ്ച പോയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി നിൽക്കണം, അപ്പൊ ചന്ദ്ര ശരിക്കും അനുഭവിച്ചോളും. അത് ചെയ്യില്ലല്ലോ, രേവതി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ സച്ചി പോയി വിളിച്ചോണ്ട് വരും, എന്നിട്ടോ എല്ലാവരും അടിമപ്പണി ചെയ്യുകയും വേണം. സച്ചി എത്രയൊക്കെ പറഞ്ഞാലും രേവതി ചെയ്യുകയും ചെയ്യും, ചെയ്താലും ചന്ദ്രന്റെ വായിന്ന് ഓരോന്നും കേട്ടോണ്ടിരിക്കണം. പറ്റിയ ബാക്കി രണ്ട് മരുമക്കളും ആണെങ്കിലോ പഴം വിഴുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു രവിയും. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഈ റൂമിന്റെ കാര്യത്തില് അച്ഛമ്മ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ വർഷ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മുറി വിട്ടുകൊടുക്കൂട്ടോ, പക്ഷെ അവള് നേരെ അവളുടെ വീട്ടിലേക്കായിരിക്കും പോവാ. അവൾ ഇന്നലെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ വർഷ ഓർക്കാണ്, ഇന്നലെ രേവതി ചേച്ചി തറയിലാ കിടന്നത്, പനി കൂടിയിട്ടും ചേച്ചി തറയിലാ കിടന്നത്, അതുകൊണ്ട് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകാം, അങ്ങനെയെങ്കിലും ചേച്ചി ഞങ്ങളുടെ മുറി കിടക്കട്ടെ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഓർക്കാണ്, ഇതിനെല്ലാം ഒറ്റ പോകുമ്പോഴേ ഉള്ളൂ അച്ഛമ്മയ്ക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താലോ. അയച്ചു കൊടുത്തിട്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര ആന്റിക്കിട്ട് നല്ല രണ്ടെണ്ണം കേൾപ്പിക്കണം. റൂമിൽ കിടത്തിയിട്ടും തറയിൽ കിടത്തിയിട്ട് ഉറക്കേന്റെ പേരില് നല്ല രണ്ടെണ്ണം അവർക്ക് കിട്ടട്ടെ, അച്ഛമ്മ ഒന്നാല് രണ്ടെണ്ണം കിട്ടുള്ളൂ എന്ന് ശ്രുതി നമ്മുടെ വർഷ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ അച്ഛമ്മേന്റെ അടുത്തേക്ക് ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മേനെ വർഷ വിളിക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മ ഇതുപോലെ രേവതി ചേച്ചിക്ക് തീരെ സുഖമില്ല, ഈ ആഴ്ച ശ്രുതി ചേച്ചിയൊക്കെ മുറിയായിരുന്നല്ലോ രേവതി ചേച്ചിക്ക് കിട്ടേണ്ടിയിരുന്നത്. വൈകുന്നേരം സമയമായപ്പം രേവതി ചേച്ചി പനി കൂടിയിട്ട് ആ മുറിയിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങി. അതിന് നേരത്തെ വന്ന് സീറ്റ് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആന്റി രേവതി ചേച്ചിയെ കയ്യെ പിടിച്ച് പുറത്തേക്ക് പിടിച്ച് തള്ളി. അതും കണ്ടോണ്ട സച്ചേട്ടൻ വന്നത്. അങ്ങനെ അവിടെ നല്ല അടിയും ബഹളമൊക്കെ ആയി. അവസാനം ഒരു തീരുമാനം എടുത്തു, ചന്ദ്ര ആന്റിയും അതുപോലെ തന്നെ ശ്രുതി ചേച്ചിയും രേവതി ചേച്ചിയും കൂടി ഒരു മുറിയിൽ കിടക്കട്ടെ, അതുപോലെ സച്ചിയേട്ടനും പിന്നെ സുധിയേട്ടനും പിന്നെ അച്ഛനും കൂടിയിട്ട് ഒരു മുറിയിൽ കിടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്തു. അവസാനമാണെങ്കിലോ ഞാൻ പോയി നോക്കിയപ്പം ശ്രുതി ചേച്ചിയും അത് ചന്ദ്രാന്റെയും കട്ടിലിൽ കിടക്കായിരുന്നു, പനിച്ച് വിറച്ച് പാവം തറയിൽ ചുരുണ്ടുകൂടി കിടക്കാന്ന് രേവതി ചേച്ചിയെന്നും പറയുന്നുണ്ട്. എന്നിട്ട് വർഷ പറയാണ്, ഞാൻ ഓർത്തു എന്റെ മുറിയിലേക്ക് വിളിച്ചാലോന്ന്, പക്ഷെങ്കിൽ AC കിടക്കാതെ എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ടാ നാളെ ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. രേവതി ചേച്ചി മുറിയിലേക്ക് ആ മുറി കിടക്കട്ടെ എന്നും വർഷ പറയുന്നുണ്ട്. അച്ഛൻ പറയാണ്, അതൊന്നും വേണ്ട, മോൾ എങ്ങോട്ടും പോകണ്ട, അതിനെ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞത് കാര്യമായി, ചന്ദ്രക്കിട്ടെ രണ്ടെണ്ണം കൊടുക്കണം, അവളെ അങ്ങനെ മുറി നിരക്കിടാൻ മാത്രം ധൈര്യം ഉണ്ടോ അവക്ക് എന്ന് ചോദിക്കാണ്. വർഷ പറയാണ്, അങ്കിൾ ഒന്നും ചോദിക്കില്ല മുത്തശ്ശി, സച്ചേട്ടനാ പിന്നെയും കിടന്ന് രേവതിക്ക് വേണ്ടി ബഹളം വെക്കുന്നത്, എത്രയൊക്കെ പറയാനാ, അമ്മയല്ലേ, അതേ കൂടുതലൊന്നും സച്ചേട്ടന് പറയാൻ സാധിക്കില്ലല്ലോ. രേവതി പിന്നെ ഒന്നും മിണ്ടില്ല. എന്തോരം കിടന്ന് പണിയെടുത്താലും ആ പാവത്തിന്റെ പെടാപ്പാട് എടുത്താണ്. ഇന്ന് രാവിലെ തന്നെ ആ പാവം സുഖമില്ലാതെ കിടക്കായിരുന്നു. എണീച്ചു നിന്നപ്പോ താമസിച്ചു പോയി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലെന്നും പറഞ്ഞിവിടെ ഭയങ്കര പൂരമായിരുന്നു. ആ ചേച്ചിക്കാണെങ്കിൽ എണീച്ചു നിൽക്കാൻ പോലും വയ്യ.
സച്ചിയേട്ടൻ രജിസ്റ്റർ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കാം. ഇനി വന്നു കഴിഞ്ഞാലും ഇവിടെ പൊടിപൂരമായിരിക്കും. ആ പാവത്തിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ഒരു മുറിയിലും കിടത്തില്ല. എന്ത് ചെയ്യാനെന്ന് അറിയില്ല എന്ന് അച്ഛമ്മയോട് പറയുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഞാൻ വന്നിട്ട് കാണിച്ചു കൊടുക്കാം എല്ലാത്തിനും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സെക്കൻഡിൽ തന്നെ അച്ഛമ്മ അവിടുന്ന് വണ്ടി കയറാണ്. അങ്ങനെ അച്ഛമ്മ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതിനായിട്ട് പൊരിച്ചടുക്കിക്കൊണ്ടിരിക്കാറുണ്ടോ ചന്ദ്ര. സുഖമില്ലാതെ വന്ന് കിടക്കാൻ പോലും അവളൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല. മര്യാദയ്ക്ക് അടുക്കളയിൽ കയറി ജോലി എന്നൊക്കെ പറയാണ്. രവി എന്തൊക്കെ പറഞ്ഞിട്ടും ഇവളൊന്നും അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. സച്ചിയാണെങ്കിൽ ഓട്ടം പോയിരിക്കാണ്. രേവതി അടുക്കളയിൽ കയറി തുള്ളി പോലും വയ്യാതെ കിടന്ന് ജോലി ചെയ്തോണ്ടേ ഇരിക്കായിരിക്കും. അപ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ചന്ദ്ര പോയി ഡോർ തുറക്കുമ്പോൾ കാണുന്നത് അച്ഛമ്മേനെയാണ് കേട്ടോ. അച്ഛമ്മനെ കണ്ടപാടെ ആകെപ്പാടെ ഞെട്ടി വിറച്ച് നിൽക്കാണ് നമ്മുടെ ചന്ദ്ര. എന്താ നീ എന്നെ കണ്ടിങ്ങനെ ഷോക്കായി നിൽക്കുന്നത്? പേടിച്ചു പോയോ? ഏയ് ഒന്നുമില്ലമ്മേ. അതെന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ? എന്താടി, ഞാൻ എങ്ങോട്ടേക്ക് വരണമെങ്കിൽ വല്ല മുന്നറിയിപ്പ് നിനക്ക് തരണോ? അയ്യോ അതല്ലമ്മേ, ഞാൻ ചോദിച്ചതാ എന്ന് പറയുന്നുണ്ട്. അല്ല, എല്ലാവരും എവിടെയും ചോദിക്കുമ്പം ശ്രുതിയും വർഷയും ഒന്നും വന്നിട്ടില്ല, സച്ചിയും എത്തിയിട്ടില്ല, രേവതി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെന്താ, രേവതി ഇന്ന് പൂക്കച്ചവടത്തിന് പോയില്ലേ? ഇല്ലമ്മേ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ട് രവിന്ന് വിളിക്കുന്നുണ്ട്. ആ രവിയാണെങ്കിൽ ഓടി അങ്ങോട്ടേക്ക് വരാണ്. അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, രേവതി മോൾ എന്തിയെന്ന് ചോദിക്കാണ്. രേവതി അകത്തുണ്ടെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ രേവതി അരികിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്ര അവിടെ വിറച്ചുകൊണ്ട് നിൽക്കാണ്. അവൾക്ക് നല്ല ക്ഷീണവും പനിയുണ്ടല്ലോ. അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന അറിയുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ അച്ഛമ്മയ്ക്ക് നല്ല ദേഷ്യം വരുമെന്ന് അവൾക്കറിയാം. നല്ല പെട കിട്ടുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ നല്ല പേടിച്ച് വിറച്ചാണ് അവൾ നിൽക്കുന്നത്. അകത്തേക്ക് ചെല്ലുമ്പം രേവതി തീരെ വയ്യാതെ അവശയായി നിന്ന് പാത്രം കഴുകുന്നത് കാണുന്നുണ്ട്. രേവതി മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും രേവതി തിരിഞ്ഞു നോക്കാണ്. അച്ഛമ്മയെ കണ്ടപാടെ അവളുടെ മനസ്സിലുള്ള സങ്കടവും വിഷമവും ആ ഒരു വയ്യാഴികയും എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഓടി വന്ന് അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചപാടെ അച്ഛമ്മ ചോദിക്കാണ്, എന്തൊരു ചൂടാ നിന്റെ ദേഹത്തിന് എന്നും പറഞ്ഞ് തൊട്ടു നോക്കാണ്. നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. എന്നിട്ടാണോ നീ ഇന്ന് പാത്രം കഴുകുന്നേ? എന്തു പറ്റി നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? എന്തൊക്കെയോ ഭയങ്കര വിഷമമുണ്ടല്ലോ, കണ്ണീർ കൂടെ ഒക്കെ നിറഞ്ഞു ഒഴുകുന്നല്ലോ എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല അച്ഛമ്മേ. അച്ഛമ്മയെ കണ്ട സന്തോഷമാണെന്ന് പറയുമ്പം അതൊന്നും അല്ല, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുന്നുണ്ട്. എന്താ അച്ഛമ്മയെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് ഹാളിലേക്ക് കൊണ്ടുപോവാണ്. ചന്ദ്രെ നിന്റെ കൈയൊന്ന് കാണിച്ചെന്ന് പറയുന്നുണ്ട്. എന്താ അച്ഛമ്മേ എന്ന് ചോദിക്കാണ്. ഇവളുടെ നെറ്റിക്കോടെന്ന് വെച്ച് നോക്കിയെന്ന് പറയുന്നുണ്ട്. രേവതിയുടെ നെറ്റിലേക്ക് കൈ വെക്കുമ്പോഴേക്കും അവൾ പെട്ടെന്ന് കൈ വലിക്കാണ്. എന്താ, പൊള്ളുന്നുണ്ടല്ലേ? അത്രയ്ക്ക് ചൂടുണ്ട് ഇവളുടെ ദേഹത്തിന്. അത്രയ്ക്കും പനി ഇവൾക്ക് കൂടുതലാ. അതറിഞ്ഞിട്ടുകൂടെ നീ അടുക്കളയെടുത്തുള്ള കഷ്ടപ്പെടിക്കല്ലേ? രവി, നിനക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടടാ എന്ന് ചോദിക്കാണ്. അമ്മേ, ഞാൻ പലതവണ ഇവളോട് പറഞ്ഞതാ, ഇവളെ കേൾക്കുന്നില്ല. ഭാര്യനെ അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കാൻ പഠിപ്പിക്കണം. നീ അവളുടെ ഭർത്താവാ, അത് ഓർമ്മ വേണം. അവള് നീ പറഞ്ഞ് അനുസരിച്ചില്ലെങ്കിലേ അനുസരിപ്പിക്കാൻ പഠിക്കണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. രവി പറയാണ്, എത്രയാമേ പറയേണ്ടത്? പറഞ്ഞ് ഞാനും മടുത്തു. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിപ്പോകും രാവിലെ. അതാ ഇപ്പൊ എന്റെ പണി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നീ നിന്റെ കടമയിൽ ഒഴിവാണെന്ന് ശ്രമിക്കണ്ട. നിനക്കൊണ്ട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ. നീയാ ഇവളോട് കൈപിടിച്ച് കയറ്റിയത്, നിനക്കറിയാലോ. നീ അവളുടെ വീട്ടിൽ പോയി ഇവളെ ആലോചിച്ചതും തീരുമാനിച്ചതും കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ല. എന്താടാ, ഇങ്ങനിട്ട് ശിക്ഷിക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും രവിയോട് ചോദിക്കാണ്. രവി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു കേട്ടോ. ചന്ദ്ര പറയാണ്, അത് പിന്നെ ഇവക്ക് സുഖമില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും അല്ല, ഇന്നലെ രാത്രി രേവതിയോടെ കിടന്നെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്റെ കൂടെ എന്റെ മുറിയിലാമേ. മുറിയിലാന്നൊക്കെ മനസ്സിലായി. എവിടെ കിടന്നെന്ന് ചോദിച്ചെന്ന് പറയുമ്പം എന്റെ കൂടെ കട്ടിലേല്. ഓഹോ, കട്ടിലേലല്ലേ? നമ്മുടെ രേവതിയാണെങ്കിൽ ചന്ദ്ര ഒന്ന് നോക്കുന്നുണ്ട്. അച്ഛന പറയാണ്, നീയും ശ്രുതിയും കൂടി കട്ടിലേൽ കിടന്നിട്ട് ഈ പതിച്ചു വരച്ച് കിടന്ന കൊച്ചിനെ തറയെ കിടന്നൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്ര അപ്പോഴേക്ക് രേവതി നോക്കി പേടിപ്പിക്കാണ്. നീ അവളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അവളെന്നെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ അറിയേണ്ടതല്ല ഞാൻ അറിഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ ഒരാഴ്ച രേവതിക്കും അതുപോലെ സച്ചിക്കും ആയിരുന്നില്ല ആ മുറി. എന്നിട്ട് നീ ആ മുറിന്ന് ഇവളെ വലിച്ചിറക്കി വിട്ടല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. സച്ചിയല്ല പറഞ്ഞത്, വേറൊരാളാ എന്നെ വിളിച്ചറിയിച്ചത്. രവി ചോദിക്കാണ്, സച്ചിയും രേവതി അല്ലെങ്കിൽ പിന്നെ ഞാനും അല്ല, പിന്നെ ആരാമേൻ ചോദിക്കുമ്പം അതൊക്കെ അറിഞ്ഞതുകൊണ്ടാ ഞാൻ ആ സെക്കൻഡ് തന്നെ വണ്ടി കയറിയത് എന്ന് പറയുന്നുണ്ട്.
രേവതി മോളെ, നിനക്ക് തീരെ സുഖമില്ലല്ലോ. നിന്റെ അസുഖം മാറുന്നവരെ ഈ അച്ഛമ്മ കാണും. ചന്ദ്ര മനസ്സിലോർക്കാണ്, ഈശ്വര പണി കിട്ടിയല്ലോ, ഇനി എനിക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അവളെ ഇട്ട് എങ്ങനെയെങ്കിലും പണി ഇടിപ്പിച്ച് ശരിയാക്കണമെന്ന് ഓർത്തതാ. അങ്ങനെ മനസ്സ് പാടത്ത് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണെന്ന് കരുതിയതാ. ഇനിയിപ്പോ ഒന്നും നടക്കില്ലല്ലോ എന്നിവൾ ആലോചിക്കുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, നിന്റെ മനസ്സിലെ ചിന്തയൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ രേവതിയെ കഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോന്നല്ലേ നീ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായി. രവി, ഇപ്പൊ കിടക്കുന്ന പോലെ തന്നെ സുധിയും നീയും സച്ചിയും കൂടെ മുറി കിടന്നാ മതി. ഞാനും ചന്ദ്രയും അതുപോലെ തന്നെ സുധിയും രേവതിയും കൂടി ഒരു മുറിയിൽ കിടന്നോളാം. അയ്യോ അമ്മേ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? പനിച്ചു വരച്ച് ഈ കൊച്ചിനെ എല്ലാവരുടെയും തറയിൽ കിടന്നില്ലേ? അതുകൊണ്ടേ ഇന്ന് ഞാനും രേവതി മോളുവാ കട്ടിലിൽ കിടക്കാൻ പോണത്. നിന്റെ മലേഷ്യക്കാരി മരുമോളെ നിന്റെ ഭാര്യനെ കൂടി തറയിൽ കിടത്തിക്കോ. അല്ല, ചന്ദ്ര പറയാണ്, അയ്യോ അമ്മേ, എനിക്ക് നടുവേദന എടുക്കും. അയ്യോ ആണോ? ഇന്നലെ നീ നിന്റെ മരുമകളെ തറയിൽ കിടത്തിയില്ലേ? അതുകൊണ്ടേ ഇന്ന് ഞാൻ എന്റെ മരുമകളെ തറയിൽ കിടത്താൻ പോവാ. മനസ്സിലായല്ലോ? നീ നിന്റെ മരുമകളോട് തറയിൽ കിടന്നാ മതി. ഞാനും എന്റെ രേവതിക്കുട്ടിയും കൂടിയാ ഇനി കട്ടിലിൽ കിടക്കാൻ പോണേ. അച്ഛമ്മേ, അതൊന്നും വേണ്ട. അതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ ഇവിടെ കാണാൻ കിടന്നോളാം. രേവതി, ഞാനല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്തായാലും ഒരു മുറിയിലും ആരും കിടപ്പില്ലല്ലോ. ചന്ദ്രയുടെ രവിയുടെ മുറിയിലേക്ക് നീ പോയി കിടന്നോ, പോയി റെസ്റ്റ് എടുക്ക്. അല്ല, എന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ ചന്ദ്രേ? അമ്മേ, അറിയില്ല. അറിയില്ലേ? അതെന്താ, നീ വീട്ടിലേക്കും അല്ലേ? പെട്ടെന്ന് പോയി ഫുഡ് റെഡിയാക്ക്. രേവതിക്ക് വയ്യ, അവൾക്ക് സ്പെഷ്യലായിട്ട് കഞ്ഞിയും ചമ്മന്തിയും ചെറുപയർ പുഴുങ്ങിയതും പപ്പടവും എല്ലാം വേണം. മനസ്സിലായല്ലോ? പിന്നെ അത്താഴത്തിന് എനിക്കും കഞ്ഞി മതി. ബാക്കിയുള്ളവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അതൊക്കെ തയ്യാറാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. രവിയുടെ മനസ്സിൽ ചെറിയ ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. ചന്ദ്ര കടിച്ചു പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറാണ്. എന്തായാലും അച്ഛമ്മ വന്നുകൊണ്ട് 3-4 ദിവസം നമ്മുടെ രേവതിക്ക് സന്തോഷമായി. ഒരു പണിയും ചെയ്യണ്ട, കാരണം അവൾക്ക് അത്രയ്ക്ക് ക്ഷീണവും വയ്യാഴികയുണ്ട്. അച്ഛമ്മ വന്നത് കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിക്കും നല്ല സന്തോഷമാകുന്നുണ്ട്. അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേണ്ട വേണ്ട, നിന്റെ ഭാര്യനെ നിനക്ക് എന്നിട്ട് നോക്കാൻ അറിയില്ലടാ എന്ന് ചോദിക്കാണ്. ഞാൻ എന്ത് ചെയ്യാൻ അച്ഛമ്മേ, ഞാൻ മാക്സിമം പറയാറുണ്ട്. എന്റെ അമ്മയായി പോയില്ലേ, വേറെ ആരിലാണെങ്കിലേ ഞാൻ എടുത്തിട്ട് അലക്കിയാലേ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാണ്. ശരി ശരി, എന്തായാലും 3-4 ദിവസത്തിന് ഞാൻ അവിടെ കാണും എന്ന് പറയാണ്. അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛമ്മേ, ആരാച്ചമ്മയ്ക്ക് പറഞ്ഞു തന്നേ? വർഷമോളാ വിളിച്ച് പറഞ്ഞത് ഇതുപോലെ രേവതി തറയെക്കെടുത്തിരിക്കുകയാണെന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്ത പേര് കുറെ ബഹളം വെച്ചെന്നും അച്ഛമ്മോ നിന്നാ മാത്രമേ ആന്റിന്ന് അടങ്ങുള്ളൂന്നും 2 എണ്ണം പറയണമെന്നും രേവതി ചേച്ചിക്ക് റെസ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി. ഭയങ്കര കാശുകാരിയാണെന്ന് ഓർത്ത് ഞാൻ അവളെ കുറെ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ആദ്യമൊക്കെ. അവളുടെ അച്ഛനമ്മയുടെ സ്വഭാവമൊന്നും അത്ര ശരിയല്ല. പക്ഷെ അവൾ അങ്ങനല്ല, നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് സച്ചി പറയാണ്. രേവതിയോട് അവൾക്ക് പ്രത്യേക ഒരു സ്നേഹം അനുകമ്പയൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കല്ലോ ആ പാവം കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും കൊള്ളാം, ഞാൻ ഇവിടെ 3-4 ദിവസം കാണും. രേവതിക്ക് കുറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതുപോലുള്ള വരായിരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.